ഇതുവരെ ഇതുവരെ മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിൽ തീരുമാനം കോടതിയിൽ നിന്ന് വരികയാണ്. വിചാരണ കോടതി അരവിന്ദ് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 6 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 10 ദിവസമാണ് ED ആവശ്യപ്പെട്ടത്. പക്ഷേ 6 ദിവസത്തേക്ക് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കെജ്രിവാളിന് ജാമ്യമില്ല. അപ്പോൾ മനു അഭിഷേക് സിംഗ്വി അടക്കം 3 അഭിഭാഷകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ വിചാരണ കോടതി തള്ളുകയായിരുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എന്താണ് കോടതി ഉത്തരവ്? ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 28-ാം തീയതി വരെയാണ് ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 6 ദിവസത്തെ ED കസ്റ്റഡിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 10 ദിവസമായിരുന്നു ഈ കേസിൽ ED കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് ED ഇതിൽ കോടതിയിൽ വാദം ഉന്നയിച്ചത്. എന്നാൽ അത്ര ദിവസം അംഗീകരിക്കാതെ 6 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതി തീരുമാനം എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കെജ്രിവാളുമായി ED ആസ്ഥാനത്തേക്ക് വാഹനം പോകും. എന്താണെങ്കിലും കെജ്രിവാളിന് ജാമ്യമില്ല. കെജ്രിവാളിന് തൽക്കാലം പുറത്തേക്കുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ED കസ്റ്റഡി വിട്ടുകൊണ്ടുള്ള തീരുമാനം ദില്ലി റോസ് അവന്യൂ കോടതി എടുത്തിരിക്കുന്നു. ഇന്ന് ഏറെക്കുറെ 3 മണിക്കൂറിൽ നീണ്ട വാദങ്ങൾക്ക് ഒടുവിലാണ് വാദങ്ങളും അതിനുശേഷം 3 മണിക്കൂർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിരിക്കുന്നത്, ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കണ്ട തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കെജ്രിവാളിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യും, പിന്നീട് കവിതയ്ക്കൊപ്പം ചോദ്യം ചെയ്യും. ഇതൊക്കെയാണ് ED കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. 28 പേജ് വരുന്ന റിപ്പോർട്ടാണ് കോടതിയിൽ ED സമർപ്പിച്ചത്. അപ്പോൾ EDയുടെ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു വിചാരണ കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. ലിജുവിലേക്ക്. ലിജു, ഇപ്പോൾ ഇതിൽ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ED കസ്റ്റഡിയിലേക്ക് വിടുമെന്നുള്ള കാര്യം ഏതാണ്ട് സൂചന ആപ്പിനും ഉണ്ടായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഇനി പ്രതിപക്ഷം മുന്നിൽ കാണുന്നത്? ആപ്പ് എന്ന പ്രധാനപ്പെട്ട പാർട്ടി ഡൽഹിയിലും അതോടൊപ്പം ഗോവയിലും പഞ്ചാബിലുമൊക്കെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ അഴിക്കുള്ളിലാക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ എന്താണ്?